എല്ലാവർക്കും നമസ്കാരം. EMI ലാബിന്റെ ഒരു പ്രാക്ടിക്കൽ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് മെഷർമെന്റ്സ് ലാബിന്റെ പ്രാക്ടിക്കൽസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യത്തെ പേജിൽ തന്നെ നിങ്ങളുടെ എക്സ്പെരിമെന്റ് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ എക്സ്പെരിമെന്റ് നമ്മൾ ഇൻഡിവിജ്വലി ഡിസ്കസ് ചെയ്യുന്നതാണ്. ആദ്യത്തെ എക്സ്പെരിമെന്റ് ഹോട്ട് ആൻഡ് കോൾഡ് റെസിസ്റ്റൻസ് ഓഫ് എ കോയിൽ ഓർ എ ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ഇതിന്റെ തിയറി എന്ന് പറയുന്നത് ഹോട്ട് റെസിസ്റ്റൻസ്, അതായത് ഈ ഒരു ഫിലമെന്റിലേക്ക് ഒരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഒരു കറണ്ട് എടുക്കും. ആ സമയത്ത് ആ ഫിലമെന്റ് എന്ത് ചെയ്യും? ചൂടാവും. അതിപ്പോൾ കണ്ടക്ടർ ആണെങ്കിലും കോയിലാണെങ്കിലും കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ അത് ഹീറ്റ് ആവും. അപ്പോൾ അങ്ങനെ ഹീറ്റ് ആവുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ there is a coil, we are applying a voltage, so there is a current through this coil. അപ്പോൾ ഇത് ചൂടാവുന്ന സമയത്ത് ഈ ഹീറ്റ് എനർജി മൂലം ഇലക്ട്രോണിക്സിന് എന്ത് ചെയ്യും? കുറച്ച് എനർജി കിട്ടും. ഇലക്ട്രോൺസ് റാൻഡം വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. സോ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് കറണ്ടിന് അതിൽ കൂടെ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ദാറ്റ് മീൻസ് പ്രതിരോധം കൂടുതലാണ്. ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് എന്താ? കൂടുതലാണ്. സോ അതിനാണ് എന്ത് വിളിക്കുക? ഹോട്ട് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. ദെൻ ഇതിലേക്കൊന്നും വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ആണ് കോൾഡ് റെസിസ്റ്റൻസ്. അതിനെ കോൾഡ് റെസിസ്റ്റൻസ് അത് നമുക്ക് ജസ്റ്റ് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ആ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം. മൾട്ടിമീറ്റർ. ഓക്കെ, വോൾട്ടേജ് കൊടുക്കാതിരിക്കുന്ന സമയത്തുള്ള റെസിസ്റ്റൻസ് ആണ് കോൾഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ദ ഹോട്ട് റെസിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ കോൾഡ് റെസിസ്റ്റൻസ്. ഗ്രേറ്റർ ദാൻ കോൾഡ് റെസിസ്റ്റൻസ്. ഇതാണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ ഒരു DC സപ്ലൈയിലാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ടങ്സ്റ്റൺ ഫിലമെന്റ് ആണിത്. അത് നമുക്കൊരു സ്വിച്ച് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാം. ദെൻ ഇതിലേക്ക് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. നമ്മളൊരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത് ഫോർ ഗെറ്റിംഗ് വേരിയബിൾ വോൾട്ടേജ്. ഇതിന്റെ ഇൻപുട്ട് നമുക്കൊരു 0 to 30 വോൾട്ട് അല്ലെങ്കിൽ 230 വോൾട്ട് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഒരു 0 to 30 വോൾട്ട് DC സപ്ലൈ ആണ് ഇതിലേക്ക് കൊടുക്കുന്നത്. പൊട്ടൻഷ്യോമീറ്റർ ആണ്. ഇതാണ് ഇതിന്റെ വേരിയബിൾ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് നേരെ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് നേരെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അറിയണമെന്നുണ്ടെങ്കിൽ വി ആർ ഗിവിംഗ് എ വോൾട്ട് മീറ്റർ ദെയർ. അതുപോലെ ഇതിൽ കൂടെയുള്ള കറണ്ട് മെഷർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? ഒരു അമ്മീറ്ററുടെ ഇൻ ബിറ്റ്വീൻ കണക്ട് ചെയ്യണം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ദെൻ പൊളാരിറ്റി നമുക്ക് മാർക്ക് ചെയ്യാം. സോ ഇത് പോസിറ്റീവ് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പ്ലസ് മൈനസ്, ഇത് പ്ലസ് മൈനസ് DC മീറ്റേഴ്സ് ആണ്. നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ദ കറണ്ട് 0 to 1 ആംപിയർ. ആൻഡ് ഇവിടെ 0 to 30 വോൾട്ടിന്റെ വോൾട്ട് മീറ്റർ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, മൂവിങ് കോയിൽ മീറ്റേഴ്സ് ആണ്. ദിസ് ഈസ് ദ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ദെൻ പ്രൊസീജിയർ. പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനീഷ്യലി ഈ റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മാക്സിമം റെസിസ്റ്റൻസ് പൊസിഷനിലായിരിക്കണം. മാക്സിമം റെസിസ്റ്റൻസ് പൊസിഷൻ. മാക്സിമം റെസിസ്റ്റൻസ് പൊസിഷൻ എന്ന് പറയുന്നത് മിനിമം വോൾട്ടേജ് ആണ്. കുറഞ്ഞ വോൾട്ടേജ് ആയിരിക്കും മിനിമം വോൾട്ടേജ്. ദെൻ ഇവിടെ ഒരു സ്വിച്ച് കൂടെ നമുക്ക് കണക്ട് ചെയ്യണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ICDP സ്വിച്ച്. ദെൻ ഇവിടെ ഫ്യൂസ് യൂണിറ്റ് വേണം. ദെൻ പ്ലസ് മൈനസ് 30 വോൾട്ട് DC. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഈ റെസിസ്റ്റൻസ് മാക്സിമം ദാറ്റ് മീൻസ് മിനിമം വോൾട്ടേജ് പൊസിഷൻ ആയിരിക്കണം. ദാറ്റ് മീൻസ് മിനിമം റെസിസ്റ്റൻസ് പൊസിഷനിലായിരിക്കണം. ഇതിൻ്റെ റേറ്റിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. 1200 ഓം, 1200 ഓം, 1 ആംപിയർ റിയോസ്റ്റാറ്റ് ആണിത്. ഓക്കെ, ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. അതുപോലെ തന്നെ ICDP സ്വിച്ച് ഓപ്പൺ ആയിരിക്കണം. സ്വിച്ച് ഓപ്പൺ. അതുപോലെ തന്നെ സ്വിച്ച് എന്തായിരിക്കണം? ഓപ്പൺ ആയിരിക്കണം. ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻസ്. പിന്നീട് എന്ത് ചെയ്യണം?
ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങാം. ICDP സ്വിച്ച് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ക്ലോസ് ICDP സ്വിച്ച്. ദെൻ സ്വിച്ച് എസ് എന്ത് ചെയ്യുക, ക്ലോസ് ദ എസ് സ്വിച്ച് എസ്. ക്ലോസ് സ്വിച്ച് എസ്. സ്വിച്ച് എസ് ക്ലോസ് ചെയ്യുമ്പോൾ ടങ്സ്റ്റൺ ഫിലമെൻ്റ് അവിടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടും. ദെൻ ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ വോൾട്ടേജ് കൊടുത്തിട്ട് ഇവിടെ കാര്യമില്ല. ഇവിടെ വോൾട്ടേജ് കുറച്ചുകൂടി കൂടുതൽ കൊടുക്കേണ്ടി വരും കേട്ടോ. കാരണം ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ്, നമുക്ക് അത്യാവശ്യം ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കൊടുക്കും. സോ ഞാനത് 220 വോൾട്ട് DC തന്നെ അവിടെ കൊടുക്കുക. 220 വോൾട്ട് DC കൊടുത്തു. ഇവിടെ നമുക്ക് 30 വോൾട്ട് മീറ്ററിൻ്റെ റേറ്റിംഗ് കൂടെ മാറ്റണം. ദാറ്റ് ഈസ് ഞാനിവിടെ 250 വോൾട്ട് റേറ്റിംഗ് എഴുതി. ഓക്കെ, ഓർ 250 ഇല്ലെങ്കിൽ 300 ആണെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ക്ലോസ് സ്വിച്ച് എസ്. ദെൻ എന്ത് ചെയ്യുക, വേരി ദ റിയോസ്റ്റാറ്റ്. വേരി ദ റിയോസ്റ്റാറ്റ്. ദെൻ റിയോസ്റ്റാറ്റ് വേരി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വോൾട്ടേജ് വേരി ചെയ്യും. സോ ആ സമയത്തുള്ള ടേക്ക് വോൾട്ട്മീറ്റർ റീഡിംഗ്, വോൾട്ട്മീറ്റർ ആൻഡ് അമീറ്റർ റീഡിങ്സ്. ഓക്കെ, അപ്പം ഇത് നമ്മളൊരു ടാബുലർ കോളത്തിൽ മാർക്ക് ചെയ്യുന്നു. ഞാൻ സൈഡിൽ വരയ്ക്കാൻ ടാബുലർ കോളം, സീരിയൽ നമ്പർ, ദെൻ വോൾട്ടേജ്, കറണ്ട്, ഇതിൻ്റെ യൂണിറ്റ് അതിൻ്റെ അകത്ത് എഴുതണം. വോൾട്ടേജ്, വോൾട്ട്, ആംബിയർ. ദെൻ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് പറയുന്നത് V/I ആണ്. V/I ആൻഡ് ദ യൂണിറ്റ് ഈസ് ഓം. ഓക്കെ, ദെൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗ്രാഫും കൂടെ വരയ്ക്കാവുന്നതാണ്. ദാറ്റ് ഈസ് സൈഡിൽ മാർക്ക് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ദ കറണ്ട്, ആൻഡ് ദിസ് ഈസ് ദ വോൾട്ടേജ്, ആൻഡ് ദിസ് ഈസ് ദ ഗ്രാഫ്. അതുപോലെ തന്നെ മറ്റൊരു ഗ്രാഫ് കൂടെ വരയ്ക്കാനാണ്. അത് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. ദാറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ടങ്സ്റ്റൺ ഫിലമെന്റ്. ഓക്കെ, ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, വേരിഫിക്കേഷൻ ഓഫ് കിർച്ചോഫ്സ് ലോ. അപ്പം എന്താണ് കിർച്ചോഫ്സ് ലോ എന്നുള്ളത് അറിയണം. കിർച്ചോഫ്സിന് 2 ലോസ് ഉണ്ട്. ഒന്ന് വോൾട്ടേജ് ലോ, അതർ വൺ ഈസ് കറണ്ട് ലോ. ആദ്യത്തെ നമുക്ക് നോക്കാം. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലുള്ള വോൾട്ടേജ് റൈസസ്, the algebraic sum of voltage rises and voltage drops in a closed circuit is 0. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഏതാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു സർക്യൂട്ട് എടുക്കാം. ഇത് ഒരു റെസിസ്റ്റൻസ്, ഇത് വേറൊരു റെസിസ്റ്റൻസ്. ദെൻ ഇതിലേക്ക് ഒരു വോൾട്ടേജ് നമ്മൾ കണക്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഇതിൽ കൂടെ ഒരു കറണ്ട് ഉണ്ടാവും I. ദെൻ ഈ വോൾട്ടേജ്. സോ കിർച്ചോഫ് വോൾട്ടേജ് ലോ അനുസരിച്ചിട്ട് V ഈസ് ഈക്വൽ ടു എന്തെഴുതാം, റെസിസ്റ്റൻസ് ഈസ് R1 R2. അപ്പോൾ ഇതിനെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് V1 ആയിരിക്കും. R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് V2. അപ്പോൾ എന്തെഴുതാം, V ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ V മൈനസ്, ഇത് വോൾട്ടേജ് റൈസ് എന്ന് പറയുന്നത് V ആണ്, ഡ്രോപ്പ് എന്ന് പറയുന്നത് V1 V2. V മൈനസ് V1 മൈനസ് V2 ഈക്വൽ ടു 0. ഇതാണ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ലാബിൽ ചെയ്ത എക്സ്പെരിമെന്റ് അനുസരിച്ചിട്ട് ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. ഒരു റെസിസ്റ്റൻസ് ഇവിടെ വരയ്ക്കുന്നു. സോ ദിസ് എ വേരിയബിൾ റിയോസ്റ്റാറ്റ് ഓർ എനിത്തിങ് ദാറ്റ് ഈസ്, ഇവിടെ വേറൊരു റെസിസ്റ്റൻസ്, ഇതിന് പാരലൽ ഒരു റെസിസ്റ്റൻസ് കൂടെ കണക്ട് ചെയ്തു. ഇതിൻ്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. 10 ohm 10 ആംപിയർ, ഇതും 10 ohm 10 ആംപിയർ, ആൻഡ് ഹിയർ ദിസ് ഈസ് 10 ohm 10 ആംപിയർ. 3 സെയിം റെസിസ്റ്റൻസ് ആണ്. ഈ ലാസ്റ്റ് 2 പാരലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ റിയോസ്റ്റാറ്റിന് അക്രോസുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമുക്ക് 2 വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണം. ഒരു വോൾട്ട് മീറ്റർ ഇതാണ്, and another one is here. 2 voltmeters are connected. നമുക്ക് ഇതിനെ മാർക്ക് ചെയ്യാം. ദെൻ ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു വോൾട്ട്മീറ്റർ ഇവിടെ കണക്ട് ചെയ്തു. സോ ദിസ് ഈസ് V1 ആൻഡ് ദിസ് ഈസ് V2 ആൻഡ് ദിസ് ഈസ് V3.
Then ഇതിൽ അക്രോസായിട്ടേക്ക് നമുക്കൊരു വോൾട്ടേജ് കൊടുക്കണം. വി ക്യാൻ ഗീവ് എ വേരിയബിൾ വോൾട്ടേജ്. തൊട്ട് മുമ്പ് കൊടുത്തിട്ടുള്ള ഒരു റിയോസ്റ്റാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. വേരിയബിൾ പോയിന്റ് ഇതാണ്. വേരിയബിൾ പോയിന്റിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊടുക്കുന്നു. ദെൻ ഇവിടെ ഒരു ICDP സ്വിച്ച് നമുക്ക് ആവശ്യമാണ്. ഇവിടെ കൊടുത്തു. ഫ്യൂസ് വേണം. ദെൻ ഇവിടെ പ്ലസ് മൈനസ് സപ്ലൈ കൊടുത്തു. പ്ലസ് മൈനസ് ഇവിടെ 0 to 30 വോൾട്ട് ഒരു വോൾട്ടേജ് കൊടുക്കുക. ഓർ ദാറ്റ് ഇസ് വി ക്യാൻ ഗീവ് 30 വോൾട്ട് ആൻഡ് അതിൽ നിന്ന് വേരിയബിൾ ആയിട്ടായിരിക്കും കിട്ടുക. ഇനി നമ്മുടെ ലാബിലുള്ളത് ഒരു വേരിയബിൾ വോൾട്ട് 30 വോൾട്ടിൻ്റെ വേരിയബിൾ സപ്ലൈ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടൻഷ്യോമീറ്റർ ഒന്നും വേണ്ട, നേരെ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, റിയോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, റിയോസ്റ്റാറ്റിന് റേറ്റിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് 40 ohm 10 ആംപിയർ. 40 ohm 10 ആംപിയർ. ദെൻ ഇവിടെ നമുക്ക് സപ്ലൈ വോൾട്ട് 30 വോൾട്ട് ആണ്. സോ ഇവിടെ നമുക്ക് 30 വോൾട്ടിൻ്റെ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യാം. ദറ്റ് ഈസ് 30 വോൾട്ട്. ആൻഡ് ഹിയർ ഓൾസോ എല്ലാം 0 to 30 വോൾട്ടിൻ്റെ മൂവിങ് കോയിൽ മീറ്റർ കണക്ട് ചെയ്യാം. സോ ഇതാണ് സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? ഇവിടെ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ വോൾട്ടേജ് എത്ര, കൊടുക്കുന്ന വോൾട്ടേജ് എത്ര, V1 ആണ്. ഡ്രോപ്പ് ഏതൊക്കെയാണ്, V2 V3. സോ വോൾട്ടേജ് റൈസ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് എന്നിടാം. സോ V2 + V3 ഇതാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. ഓക്കെ, മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും V1 എന്ന് പറയുന്നത് V2ൻ്റെയും V3യുടെയും സം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടാബുലർ കോളത്തിൽ എന്തൊക്കെ എഴുതണം? സീരിയൽ നമ്പർ, then V1, V2, V3. ലാസ്റ്റ് ഒരു കോളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ V1 ഉം V2 ആഡ് ചെയ്തിരുന്നാൽ V1 + V2. അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നത് എന്താ, V1 + V2 ഈക്വൽ ടു V2 + V3 കേട്ടോ. V2 + V3 ഈസ് ഈക്വൽ ടു V1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ത് ചെയ്തു, വെരിഫൈ ചെയ്തു. ഓക്കെ, ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതാണ് കേബിളിൻ്റെത്. ഇവിടെ സർക്യൂട്ട് ഡയഗ്രത്തിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്തത്. താഴെ പോസിറ്റീവ്, മുകളിൽ നെഗറ്റീവ് ആണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഞാൻ വരച്ചത് തിരിച്ച് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന മീറ്റേഴ്സ് ഇതെല്ലാം എന്തായിരിക്കണം, ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റി ആയിരിക്കണം. ഓക്കെ, ആൻഡ് താഴെ ഈ സൈഡ് നെഗറ്റീവ് പൊളാരിറ്റി ആയിരിക്കും. ക്ലിയർ? ഇവിടെ ഞാൻ പൊളാരിറ്റി മാർക്ക് ചെയ്യുമ്പോൾ ഇത് മുകളിൽ നിന്നാണ് പോസിറ്റീവ് വന്നിട്ടുള്ളത്. സോ ഇത് പോസിറ്റീവ്, താഴത്തെ നെഗറ്റീവ്, ഇത് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, ഇങ്ങനെ വേണം പൊളാരിറ്റി മാർക്ക് ചെയ്യാനും കണക്ട് ചെയ്യാനും. ഓക്കെ, വി ഹാവ് വെരിഫൈഡ് ദ കിർച്ചോഫ് വോൾട്ടേജ് ലോ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കിർച്ചോഫ്സ് കറന്റ് ലോ. കിർച്ചോഫ് കറന്റ് ലോ പറയുന്നത് ഒരു ആൾജിബ്രൈക് സം ഓഫ് കറന്റ്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. ഒരു ജംഗ്ഷൻ, ഈ ജംഗ്ഷനിൽ വരുന്ന ടോട്ടൽ കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്നാണ് വോൾട്ടേജ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് വരും. സോ ഈ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. ഓക്കെ, നമുക്കതിനെ I1 ഉം I2 എന്ന് എടുക്കാം. ദിസ് ഈസ് ടോട്ടൽ I, ഇത് I1 I2. സോ കിർച്ചോഫ് കറന്റ് ലോ എന്താ പറയുന്നത്, എൻട്രിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ലീവിങ് കറണ്ട് I1 + I2. എൻട്രിങ് കറണ്ട് I ഉം ലീവിങ് കറണ്ട് എന്താ, I1 ഉം I2 ആണ്. സോ എൻട്രിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ലീവിങ് കറണ്ട് ആയിരിക്കും. ഓക്കെ, ഇതാണ് കിർച്ചോഫ് കറന്റ് ലോ പറയുന്നത്. സോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഈ 3 ബ്രാഞ്ചിലും നമ്മൾ എന്ത് ചെയ്യണം, റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ഓക്കെ, വേരിയബിൾ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ 3 ബ്രാഞ്ചിലെയും കറണ്ട് അറിയാനായിട്ട് എന്ത് ചെയ്യണം, വി ഹാവ് ടു കണക്ട് ആൻ അമീറ്റർ. 3 ബ്രാഞ്ചിൽ അമീറ്റർ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണം, ഒരു വേരിയബിൾ സപ്ലൈ നമ്മൾ ഇവിടുന്ന് കൊടുക്കുക. എങ്ങനെ, ത്രൂ എ പൊട്ടൻഷ്യോമീറ്റർ. നമ്മൾ മുമ്പേ വരച്ചത് സെയിം ഡയഗ്രം തന്നെയാണ്. പൊട്ടൻഷ്യോമീറ്റർ, ഒരു ICDP സ്വിച്ച് ഇവിടെ കൊടുക്കണം. ദെൻ ഫ്യൂസ് ഇവിടെ കൊടുക്കണം. പ്ലസ് മൈനസ് 30 വോൾട്ട്. ഓക്കെ, there's a rheostat that is 40 ohm 10 ആംപിയർ. അത് നിങ്ങൾ ലാബിൽ ഏതാണ് അവൈലബിൾ അത് വേണം അവിടെ ഉപയോഗിക്കാൻ.
Then here we can take it as 0 to 2 ampere moving coil. 0 to 2 ampere moving coil. 0 to 2 ampere moving coil. ഇവിടെ റിയോസ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട് ഏതാണെന്നുള്ളത് 12 ohm 2 ampere. നിങ്ങളുടെ ലാബിൽ ഏതാണ് ഉള്ളത് അത് വേണം ഇവിടെ കൊടുക്കാൻ കേട്ടോ. 12 ohm 2 ampere. Then ഇതിൻ്റെ പ്രൊസീജിയർ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടില്ല, മുമ്പത്തെ പ്രൊസീജിയർ പറഞ്ഞില്ല, ഇത് പറഞ്ഞതിന് ശേഷം അതിലേക്ക് വരാം. സോ ഇനീഷ്യൽ ഒരു കണ്ടീഷൻ, ഇതിൻ്റെ പൊളാരിറ്റിയോട് നമുക്ക് മാർക്ക് ചെയ്യണം. എങ്ങനെയാണ് പൊളാരിറ്റി വരിക? ഇവിടെ നിന്നല്ലേ പ്ലസ് വരുന്നത്. സോ ദിസ് ഈസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ പറയാം. ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ICDP സ്വിച്ച് ഓൺ ആയിരിക്കണം, ഐ മീൻ ഓപ്പൺ. Initial condition ICDP switch is open. Then potentiometer at minimum voltage position. Minimum voltage position. Then ഇവിടെ 3 റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഫിക്സഡിൽ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ വേരിയബിളിൽ കണക്ട് ചെയ്യാം. വേരിയബിളിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം എന്തായിരിക്കണം? മാക്സിമം റെസിസ്റ്റൻസ് പൊസിഷനിലായിരിക്കണം. ഓൾ ദ റിയോസ്റ്റാറ്റ്സ് അറ്റ് മാക്സിമം റെസിസ്റ്റൻസ് പൊസിഷൻ. All the rheostat at maximum resistance position. Then ഇത്ര ചെയ്യുന്ന ശേഷം നമുക്ക് ഇവിടെ വെരിഫൈ ചെയ്യാം. That is in the first close the ICDP switch. Then vary the potentiometer. സോ പൊട്ടൻഷ്യോമീറ്റർ വേരി ചെയ്യുമ്പോൾ ചെറിയൊരു വോൾട്ടേജ് സപ്ലൈയിലേക്ക് കൊടുക്കും. ആ സമയത്തുള്ള ടേക്ക് ദ അമീറ്റർ റീഡിങ്സ്. അങ്ങനെ എല്ലാ അമീറ്റർ റീഡിങ്സ് എടുക്കുക. അങ്ങനെ 1-2 റീഡിങ്സ് ഈ പൊട്ടൻഷ്യോമീറ്റർ വേരിയിട്ട് 1-2 റീഡിങ്സ് എടുക്കുക. ദെൻ ടാബ്ലർ കോളം നമുക്ക് മാർക്ക് ചെയ്യാം. എങ്ങനെ ടാബ്ലർ കോളം ഏതൊക്കെയാണ്? അമീറ്റർ റീഡിങ് നമുക്ക് ഈ അമീറ്ററിന് വാല്യൂസ് കൊടുക്കാം. ദിസ് ഈസ് I1 or this is I2 and I3. So tabler column എന്ന് പറയുന്നത് സീരിയൽ നമ്പർ I1 I2 I3. ഓക്കെ, 1 2 3 നമുക്ക് എഴുതിപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ വെരിഫൈ ചെയ്യുന്നത്? I2 പ്ലസ് I3 ഞാൻ ഇവിടെ എഴുതാം. സോ വെരിഫൈ ചെയ്യുന്നത് എന്താ? I1 is same as I2 പ്ലസ് I3. ഇതാണ് അതിൻ്റെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മുമ്പത്തെ നമ്മൾ അതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടായില്ല. ഇവിടെ പ്രൊസീജിയർ എങ്ങനെ? ഇവിടെ പൊട്ടൻഷ്യോ ICDP സ്വിച്ച് എന്തായിരിക്കണം? ഇനീഷ്യലി ഓപ്പൺ ആയിരിക്കണം. പൊട്ടൻഷ്യോമീറ്റർ എവിടെ ആയിരിക്കണം? മിനിമം വോൾട്ടേജ് പൊസിഷൻ അല്ലെങ്കിൽ മിനിമം റെസിസ്റ്റൻസ് ആയിരിക്കണം. ബാക്കി എല്ലാ റിയോസ്റ്റാറ്റും മാക്സിമം റെസിസ്റ്റൻസ് പൊസിഷനിൽ വേണം എന്ത് ചെയ്യാൻ? കണക്ട് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് ICDP സ്വിച്ച് ക്ലോസ് ചെയ്യുക. ഈ പൊട്ടൻഷ്യോമീറ്റർ വേരി ചെയ്യുക. വേരിയ സമയത്ത് എന്ത് ചെയ്യും? ഇതിനെക്കുറിച്ചായിട്ട് ഡിഫറെൻറ്റ് വോൾട്ടേജ് ആയിട്ട് ആ വോൾട്ടേജ് എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സ്പെരിമെന്റ് ഈസ് സീരീസ് RLC സർക്യൂട്ട്. റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. Then there is an AC current. R across വോൾട്ടേജ് VR, ഇൻഡക്ടർ across VL, കപ്പാസിറ്ററിന് across VC. Then V by I ചെയ്ത് കഴിഞ്ഞാൽ you will get impedance. VL by I ചെയ്താൽ you will get reactance, inductive reactance. VC by I ചെയ്താൽ you will get capacitive reactance. Okay, then ഇതിൻ്റെ അകത്തുനിന്ന് റെസിസ്റ്റൻസ് കാണാനായിട്ട് ഇവിടെ ഒരു വാട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ, so that is
P by I square ചെയ്താൽ you will get the resistance also. Then impedance കാണാനായിട്ട് മറ്റൊരു വഴി കൂടെ ഉണ്ട്. The impedance is equal to square root of R square plus XL minus XC the whole square. ഇങ്ങനെയും ഇമ്പിഡൻസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ദെൻ ഇവിടെ ഒരു വാട്ട് മീറ്റർ കണക്ട് ചെയ്തുകൊണ്ട് പവർ ഫാക്ടർ നമുക്ക് കാണാൻ കഴിയും. ദാറ്റ് ഈസ് cos phi is equal to W by V into I. That is the cos phi or പവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P is equal to VI cos phi ആണ്. ഈ പവർ നമുക്ക് ആര് തരും? വാട്ട് മീറ്റർ തരും. Or we can write it as watt. So cos phi is equal to W by VI. ഇതാണ് ആ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതൊരു എക്സ്പെരിമെന്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം? ഒരു റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് and there is a capacitance R, L, C. ഓക്കെ, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ ആര് വേണം? വോൾട്ട് മീറ്റേഴ്സ് വേണം. മൂന്നിനെ അക്രോസ് ആയിട്ട് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. ഓക്കെ, ദെൻ പവർ മെഷർ ചെയ്യാൻ വി നീഡ് എ വാട്ട് മീറ്റർ. വാട്ട് മീറ്റർ. ദെൻ കറണ്ട് വോൾട്ടേജ് മെഷർ ചെയ്യണം. there is an ammeter and there is a voltmeter. നമ്മുടെ സപ്ലൈ വോൾട്ടേജ് 0 നിന്നാണ് തുടങ്ങേണ്ടത്. സോ വി നീഡ് ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ. there is a fuse, neutral link, ICDP switch, ഫേസ്, ന്യൂട്രൽ, സോ ഇവിടെ ഇതിൻ്റെ എക്സ്പ്രഷൻ ഡീറ്റെയിൽസ് എഴുതാം. സപ്ലൈ വോൾട്ടേജിൻ്റെ ദാറ്റ് ഈസ് 230 വോൾട്ട് 50 ഹെർട്സ് സിംഗിൾ ഫേസ് AC സപ്ലൈ. ഓക്കെ, ദെൻ ഓട്ടോ ട്രാൻസ്ഫോമർ 0 to 270 volt, 0 to 270 volt single phase auto transformer. Okay, then voltmeter that is 0 to 300 volt or 250 ഉണ്ടെങ്കിൽ 250 യുടെ മതിയാവും. 0 to 300 volt moving iron meter. Then ammeter 0 to 1 ampere moving iron, and there is a wattmeter. The terminals are M, L and CV. That is 250 volt 5 ampere UPF meters. Then rheostat in the values that is 100 ohm 5 ampere. The voltmeter is 0 to 300 volt moving iron, inductance, capacitance, voltmeter that is 0 to 300 volt moving iron meter. Here is also 0 to 300 volt moving iron meter. Okay, അപ്പോൾ ടാബുലർ കോളത്തിൽ ആരൊക്കെ ഉണ്ട്? ദാറ്റ് ഈസ് സീരിയൽ നമ്പർ, വോൾട്ട് മീറ്റർ റീഡിംഗ്, അമീറ്റർ റീഡിംഗ്, വാട്ട് മീറ്റർ റീഡിംഗ്, ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് W. ദെൻ 3 വോൾട്ടേജസ്. നമുക്ക് ഇതിനെ V1 എടുക്കാം, V2, V3, V1, V2, V3. ഇതിനകത്ത് എന്തൊക്കെ കണ്ടുപിടിക്കാം? R കണ്ടുപിടിക്കാം, XL, XC കണ്ടുപിടിക്കാം, ഇമ്പിഡൻസ് കണ്ടുപിടിക്കാം, പവർ ഫാക്ടർ. സോ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ,
ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ദിസ് ഡയഗ്രാം, ഈ ഡയഗ്രാം നമ്മളിപ്പോൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, then next is measurement of power by 3 ammeter method. ഇവിടെ ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഓർ ജസ്റ്റ് ഇൻഡക്ടർ എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ആ ഇൻഡക്ടർ ആണ് ഈ ടോപ്പിൽ വരച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഹിയർസ് എ ഇൻഡക്ടർ. ഓക്കെ, ഇൻഡക്ടർ. ദെൻ താഴെ ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടാണ്. ഓക്കെ, സോ ഇതിലേക്ക് ഒരു AC വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു പാരലൽ സർക്യൂട്ടാണ്. ഇതൊരു ഇൻഡക്റ്റീവ് ലോഡാണ്, ഇൻഡക്ടറാണ്, മുകളിലത്തെ ഇൻഡക്ടറാണ്, ഇൻഡക്ടർ. താഴത്തത് നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റർ, അതായത് റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ, നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റർ. ഓക്കെ, സോ ഈ ഒരു സർക്യൂട്ടിലേക്ക് AC വോൾട്ടേജ് കൊടുക്കുകയാണ്. വി ആർ ഗിവിംഗ് AC വോൾട്ടേജ്. ഓക്കെ, ഒരു AC കറണ്ട് ഉണ്ടാവും, അതാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നു, I3 എന്ന് മാർക്ക് ചെയ്യുന്നു, I3. ദെൻ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I1 ആൻഡ് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I2. ഓക്കെ, 3 കറണ്ട്സ്. ദെൻ ഈ കറണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പവർ കണ്ടുപിടിക്കാം. സോ പവർ ഈസ് ഈക്വൽ ടു P ഈസ് ഈക്വൽ ടു R/2 ഇൻറ്റു I1 സ്ക്വയർ മൈനസ് I2 സ്ക്വയർ മൈനസ് I3 സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ, പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ദെൻ പവർ ഫാക്ടർ കണ്ടുപിടിക്കാം. പവർ ഫാക്ടർ cos phi ഈസ് ഈക്വൽ ടു I1 സ്ക്വയർ മൈനസ് I2 സ്ക്വയർ മൈനസ് I3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു I2 I3. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ പവർ ഫാക്ടർ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ദിസ് R/2 ഇൻറ്റു, ഇനി കൂടുതൽ കറണ്ട് ഏതാ? സോറി, ഈ ഒരു ഇക്വേഷൻ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ I3 ആണ് കൂടുതൽ. സോ I3 സ്ക്വയർ മൈനസ് I1 സ്ക്വയർ മൈനസ് I2 സ്ക്വയർ. ഓക്കെ, മൈനസ് I2 സ്ക്വയർ. ഇവിടെ പവർ ഫാക്ടർ cos phi ഈസ് ഈക്വൽ ടു I3 സ്ക്വയർ മൈനസ് I2 സ്ക്വയർ. സോ I1 സ്ക്വയർ മൈനസ് I2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു I1 I2 കേട്ടോ, I1 I2. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്രേ ഉള്ളൂ. R/2 എന്നുള്ള ഓർത്തിരിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ കറണ്ട് എത്ര? I3 അല്ലേ കൂടുതൽ. I3 അല്ലേ I1 I2 ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നത്. അപ്പോൾ I3 സ്ക്വയറിൽ നിന്ന് കുറയ്ക്കുക, അങ്ങനെ വിചാരിക്കുക കേട്ടോ. I3 സ്ക്വയർ മൈനസ് I1 സ്ക്വയർ മൈനസ് I2 സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടെ പവർ ഫാക്ടർ cos phi ഈസ് ഈക്വൽ ടു I3 സ്ക്വയർ ആണ് കൂടുതൽ. സോ I3 സ്ക്വയറിൽ നിന്ന് എന്ത് ചെയ്യുക, കുറച്ചിട്ട് താഴെ സ്പ്ലിറ്റ് ആയി പോകുന്ന കറണ്ട് 2 ഇൻറ്റു I1 ഇൻറ്റു I2. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഇത് നിങ്ങൾ ഇതിനെ കാണാതെ പഠിക്കരുത്. ഐ മീൻ കറണ്ട് എന്നാന്ന് കാണാതെ പഠിക്കരുത്, ഒരിക്കലും പഠിക്കരുത്. ഇവിടെ നിങ്ങൾ എന്താണോ എഴുതുന്നത് അതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, ഇക്വേഷൻ എഴുതാൻ കേട്ടോ. ആ ഒരു തെറ്റാണ് എനിക്ക് അവിടെ സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾ എന്താണോ എഴുതുന്നത് ഒരിക്കലും ഇത് കാണാൻ പഠിക്കാൻ നിൽക്കരുത്. ഇത്ര മാത്രം മനസ്സിലാക്കുക, I3 ആണ് കൂടുതൽ. ഏതാണോ കൂടുതൽ അതിൽ നിന്ന് എന്ത് ചെയ്യണം, ബാക്കിയുള്ളത് കുറയ്ക്കുക കേട്ടോ. ഈ ഒരു സർക്യൂട്ട് അനുസരിച്ച് I3 ആണ് കൂടുതൽ. സോ I3 സ്ക്വയർ മൈനസ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. സോ ഇത് വേറൊരു മെത്തേഡാണ്, 3 വോൾട്ട് മീറ്റർ മെത്തേഡാണ്. ഈ വോൾട്ട് മീറ്റർ മെത്തേഡിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റീവ് ഇൻഡക്ടർ കണക്ട് ചെയ്യുന്നു, ഹാവിങ് സം റെസിസ്റ്റൻസ്. ദെൻ പ്യുവർലി റെസിസ്റ്ററൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഒരു വേരിയബിൾ വോൾട്ടേജ് കൊടുക്കാനായിട്ടാണ് ഇവിടെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ. ബാക്കിയെല്ലാം മുമ്പ് പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയുള്ള സർക്യൂട്ട് തന്നെ. സോ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, 110 ഓം. 2 നമ്മുടെ ലാബിൽ അവൈലബിൾ റെസിസ്റ്റൻസ് കൊടുക്കാം. ഇവിടെ ഇൻഡക്ടർ ഉണ്ട്, റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്. സോ വി നീഡ് ഹാവ് 3 വോൾട്ട് മീറ്റർ റീഡിങ്സ്, V3, V2 ആൻഡ് V1. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കാം, വോൾട്ടേജ് ദാറ്റ് ഈസ് പവർ കണ്ടുപിടിക്കാം. പവർ ഈസ് ഈക്വൽ ടു V3 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2R. ഓക്കെ, 2R. ദെൻ അതുപോലെ തന്നെ cos phi ഈസ് ഈക്വൽ ടു
V3 square minus V1 square minus V2 square divided by 2 into V1 V2. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ വോൾട്ടേജ് ഏതാ? V3. അപ്പോൾ V3 എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ, ബാക്കി പ്രൊസീജിയർ എല്ലാം അതുപോലെ തന്നെ. ഇനിഷ്യലി ICDP സ്വിച്ച് ഓപ്പൺ ആയിരിക്കണം, ഓട്ടോ ട്രാൻസ്ഫർ മിനിമം ആയിരിക്കണം, ഈ റിയോസ്റ്റാറ്റ് മാക്സിമം ആയിരിക്കണം. ഓക്കെ, ദെൻ ICDP സ്വിച്ച് ക്ലോസ് ചെയ്യുക, ഓട്ടോ ട്രാൻസ്ഫർ വേരി ചെയ്യുക ഒരു പർട്ടിക്കുലർ വോൾട്ടേജ്. വി ക്യാൻ ഗിവ് 230 കൊടുക്കാം. 230 വോൾട്ടിൽ ഉള്ള ഈ V1 V2 V3 എടുക്കുക, ഈ കാൽക്കുലേഷൻ ചെയ്യുക. ഓക്കെ, ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ദെൻ മെഷർമെന്റ് ഓഫ് പവർ ബൈ 2 വാട്ട് മീറ്റർ മെത്തേഡ്. ഈ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിക്കുന്നത് 3-phase സർക്യൂട്ടിലാണ്. സോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് 3-phase പവർ. ഓക്കെ, നമ്മളിവിടെ ലോഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോട്ടറാണ്. നിങ്ങൾ പിന്നീട് അടുത്ത സെമസ്റ്ററിൽ ഈ മോട്ടറിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, അപ്പോൾ മോട്ടർ എന്ന് പറഞ്ഞാൽ 3-phase വൈൻഡിങ് ആണുള്ളത്. ആ 3-phase വൈൻഡിങ് ആണ് ഇവിടെ കൊടുത്ത് A1 A2 B1 B2 ആൻഡ് C1 C2. ഓക്കെ, നമുക്കതൊന്ന് വരയ്ക്കാം. നിങ്ങൾ ആദ്യം മോട്ടർ തന്നെ വരയ്ക്കുക. മോട്ടറിന്റെ പ്രൈമറി വൈൻഡിങ് ഓർ ദ സ്റ്റേറ്റർ വൈൻഡിങ്. ഓക്കെ, സ്റ്റേറ്റർ വൈൻഡിങ് നമുക്ക് മാർക്ക് ചെയ്യാം. A1 A2 A1 A2 B1 B2 C1 C2. ഇതിനുള്ളിലൊരു റോട്ടർ ഉണ്ട്. ആക്ച്വലി ഇത് ഇൻഡക്ഷൻ മോട്ടറാണ്, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ കേട്ടോ. ദിസ് ദ റോട്ടർ. സോ ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വോൾട്ടേജ് 3-phase സപ്ലൈ കൊടുക്കുന്നത്. 3-phase സപ്ലൈ കൊടുക്കാനായിട്ട് നമുക്ക് ആര് വേണം? ഒരു 3-phase ഓട്ടോ ട്രാൻസ്ഫർ ആണ്. സോ 3-phase ഓട്ടോ ട്രാൻസ്ഫറിന് 3 സെറ്റ് വൈൻഡിങ്സ് ആണുള്ളത്. 1 2 3. ഓക്കെ, ഈ 3 സെറ്റ് വൈൻഡിങ്സിന്റെ ഈ ലാസ്റ്റ് എൻഡിങ് ടെർമിനൽ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്യും. നിങ്ങളുടെ ഫിഗറിൽ അത് കൊടുത്തിട്ടുണ്ടാവില്ല, ബട്ട് നമ്മൾ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. 3 ടെർമിനൽ ഷോർട്ട് ചെയ്യും. എന്ത് ചെയ്യും? ന്യൂട്രൽ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം. ഇതാണ് ന്യൂട്രൽ, സപ്ലൈ ന്യൂട്രൽ. ഓക്കെ, ബാക്കി 3 എൻഡിലേക്ക് 3 ഫേസ് ലൈൻസ് എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കും. ദിസ് ഈസ് R, okay, next is Y, B, R Y B, R Y B. ഇവിടെ നമുക്ക് ഫ്യൂസ് കൊടുക്കാം. Here it is neutral link. ഓക്കെ, ഇവിടെ നമുക്ക് സപ്ലൈ വോൾട്ടേജ് നമുക്ക് എഴുതണം. സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 415 വോൾട്ട് ആണ്. 415 വോൾട്ട്, 50 ഹെർട്സ്, 3-phase AC സപ്ലൈ എന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, ദെൻ ICTP സ്വിച്ച് ആണ്. സോ ഇത് കുറച്ച് ബാക്കിലേക്ക് വരും, എന്നാൽ മാത്രമേ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റൂ. ദെൻ ഓട്ടോ ട്രാൻസ്ഫർ വേരിയബിൾ പോയിന്റ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഓക്കെ, കണക്ഷൻ ഒന്ന് കൊടുത്തു. Y ഫേസ്. ഓക്കെ, ദെൻ B ഫേസ്. RYB. ഇനി നമുക്ക് മെഷർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലേ? എന്താ? വോൾട്ടേജ് മെഷർ ചെയ്യണം. സോ വി നീഡ് കണക്ട് എ വോൾട്ട് മീറ്റർ ദർ. ഓക്കെ, ദെൻ വോൾട്ട് മീറ്റർ കണക്ട്. പിന്നെ എന്ത് ചെയ്യണം? കറണ്ട് മെഷർ ചെയ്യണം. കറണ്ട് മെഷർ ചെയ്യാൻ നമുക്ക് ആര് വേണം? അമീറ്റർ വേണം. അമീറ്റർ. അതുപോലെ തന്നെ പവർ എന്ത് ചെയ്യണ്ടേ? മെഷർ ചെയ്യണ്ടേ? പവർ എങ്ങനെ മെഷർ ചെയ്താൽ 2 വാട്ട് മീറ്റർ മെത്തേഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പവർ മെഷർ. സോ ദർ ഇസ് 1 വാട്ട് മീറ്റർ ഹിയർ,
വാട്ട്മീറ്ററിന്റെ കറണ്ട് കോയിൽ, ഇത് പ്രഷർ കോയിൽ. അനദർ വാട്ട്മീറ്ററിന്റെ കറണ്ട് കോയിൽ, ഇത് പ്രഷർ കോയിൽ. എന്നിട്ട് ഇത് നേരെ കണക്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ പ്രഷർ കോയിൽ ഇവിടെ കണക്ട് ചെയ്യും. അതിന് പ്രഷർ കോയിൽ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവന്ന് ഈ വൈഫേസിൽ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. അതുപോലെ ഇതും എന്ത് ചെയ്യണം, വൈഫേസിൽ കണക്ട് ചെയ്യണം. ഇവിടെ കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണം. എങ്കിൽ മാത്രമേ ഈ വാട്ട്മീറ്റർ 3 ഫേസ് പവർ എന്ത് ചെയ്യുള്ളൂ, മെഷർ ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് മാർക്ക് ചെയ്യാം. MLCV, MLCV. ഓക്കെ, അതിന് W1 എടുക്കാം, W1, ദിസ് ഈസ് W2. ഇതിന്റെ റേറ്റിംഗ്സ് ഒക്കെ നമുക്ക് കൊടുക്കാം. ഇവിടെ 450 വോൾട്ട് 2 ഫേസ് ഇൻ ബിറ്റ്വീൻ വരും. സോറി, ലൈൻ വോൾട്ടേജ് ആണ്. സോ ഇവിടെ എന്ത് ചെയ്യും, 0 to 600 വോൾട്ട് മൂവിങ് അയൺ. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഒരു 10 ആംപിയർ റേറ്റിംഗ് കൊടുക്കാം. ആക്ച്വലി ഇവിടെ 10 ആംപിയർ ആവശ്യം വരുന്നില്ല, കാരണം ഇത് നോ ലോഡിലാണ് ഈ മോട്ടർ റൺ ചെയ്യുന്നുള്ളതുകൊണ്ട് 10 ആംപിയർ ആവശ്യമില്ല. എങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് 10 ആംപിയർ ഉള്ളതുകൊണ്ട് ദാറ്റ് ഇസ് 0 to 10 ആംപിയർ. 10 ആംപിയർ ആവശ്യം ഇവിടെ വരില്ല, കാരണം ഇത് നോ ലോഡിലാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കറണ്ട് കൂടുതൽ വരും എന്നുള്ളതുകൊണ്ട്, സ്റ്റാർട്ടിംഗ് കറണ്ട് കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതുകൊണ്ട് 0 to 10 ആംപിയർ തന്നെ ഇട്ടോളൂ, കുഴപ്പമില്ല. ഓക്കെ, ദെൻ വാട്ട്മീറ്റർ റീഡിംഗ് നമുക്ക് അതിന്റെ സ്പെസിഫിക്കേഷൻ ദാറ്റ് ഈസ് 600 വോൾട്ട്, 10 ആംപിയർ LPF മീറ്റർ ആണ് വേണ്ടത് കേട്ടോ. LPF എന്തുകൊണ്ട് LPF മീറ്റർ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നോ ലോഡ് ടെസ്റ്റ് ആണ്, മോസ്റ്റ്ലി ഇൻഡക്റ്റീവ് ലോഡ് ആയിരിക്കും ഉണ്ടാവുക ഇതിൽ. അതുകൊണ്ടാണ് LPF മീറ്റേഴ്സ് വേണ്ടി വരുന്നത്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഒരു വാട്ട് മീറ്റർ നെഗറ്റീവ് ആയിരിക്കും റീഡ് ചെയ്യുക, കാരണം പവർ ഫാക്ടർ ലെസ് ദാൻ 0.5 ആയിരിക്കും. സോ 1 വാട്ട് മീറ്റർ റീഡ്സ് നെഗറ്റീവ്. സോ അങ്ങനെ റീഡ്സ് നെഗറ്റീവ് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്, MLCV ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യണം, ഇന്റർചേഞ്ച് ചെയ്യാം. ML ഇന്റർചേഞ്ച് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ ഇതല്ലേ MLCV. സോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എയ്തർ വൺ ML അല്ലെങ്കിൽ CB എന്ത് ചെയ്യും, ഇന്റർചേഞ്ച് ചെയ്യുക. ദാറ്റ് മീൻസ് ഇത് എമ്മും എല്ലും വരും. ഞാൻ ഇവിടെ മുമ്പേ കണക്ട് ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്യാം. സോ ആ കണക്ഷൻ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, എല്ല് നേരെ എന്ത് ചെയ്യാം, ഇവിടെ കണക്ട് ചെയ്യാം, എം എന്ത് ചെയ്യാം, ഇങ്ങോട്ട് പോകാം. ഓക്കെ, സോ അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യുക. ML അല്ലെങ്കിൽ CB എന്ത് ചെയ്താൽ മതി, ഇന്റർചേഞ്ച് ചെയ്യാൻ യു വിൽ ഗെറ്റ് പോസിറ്റീവ് റീഡിംഗ്. പക്ഷേ എഴുതുമ്പോൾ അത് എന്തായിട്ട് എഴുതണം, നെഗറ്റീവ് റീഡിംഗ് ആയിട്ട് എഴുതണം. ഓക്കെ, അതിന് ടാബ്ലർ കോളം വരയ്ക്കാൻ നമുക്ക് സീരിയൽ നമ്പർ എഴുതാം. സീരിയൽ നമ്പർ, ദെൻ V1 I കറണ്ട് റീഡിംഗ്, വോൾട്ടേജ് റീഡിംഗ്, W1 W2. അപ്പം ഏതാണോ നെഗറ്റീവ് റീഡ് ചെയ്യുന്നത് അതിൽ ML അല്ലെങ്കിൽ CB തിരിച്ചു കൊടുക്കുമ്പോൾ അത് പോസിറ്റീവ് റീഡ് ചെയ്യും. സോ ദാറ്റ് ഹാസ് ടു റൈറ്റ് ഇറ്റ് ആസ് എ നെഗറ്റീവ് വാല്യൂ. ഓക്കെ, നെഗറ്റീവ് നമ്പർ ആയിട്ട് എഴുതണം. ഓക്കെ, നെഗറ്റീവ് വാട്ടേജ് ആയിട്ട് എഴുതണം. ദെൻ നമുക്കിവിടെ വാട്ട് മീറ്റർ റീഡിംഗ് ദാറ്റ് ഈസ് ടോട്ടൽ പവർ ഈസ് ഈക്വൽ ടു W1 plus W2. ഓക്കെ, ദെൻ ഇതിന്റെ പവർ ഫാക്ടർ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് പവർ ഫാക്ടർ എങ്ങനെ എഴുതുക, ഇവിടെ ഒരു cos y ഈസ് ഈക്വൽ ടു പവർ ഫാക്ടർ cos y ഈസ് ഈക്വൽ ടു cosine ഓഫ് cos tan inverse √3 into W1 minus W2 divided by W1 plus W2. ഓക്കെ, ഇതാണ് പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാൻ തന്നെ, tan phi ഈസ് ഈക്വൽ ടു tan phi. tan phi എന്ന് പറയുന്നത് എന്താ, √3 into W1 minus W2 divided by W1 plus W2. ഇതാണ് tan phi എന്ന് പറയുന്നത്. ഇത് phi കാണണമെങ്കിൽ എന്ത് ചെയ്യണം, phi ഈസ് ഈക്വൽ ടു tan inverse ഓഫ് √3 W1 plus minus W2 divided by W1 plus W2. ഇതാണ് tan inverse phi എന്ന് പറയുന്നത്. ദെൻ cos phi കാണാൻ എന്ത് ചെയ്യണം, cos ഓഫ് tan inverse ബാക്കിയുള്ളത് അതാണ് എഴുതിയിരിക്കുന്നത്. cos ഓഫ് tan inverse √3 into W1 minus W2 divided by W1 plus W2. ഓക്കെ, ഇതാണ് 3 phase power measurement using 2 watt meter method. Then calibration of watt meter.
കാലിബ്രേഷൻ ഓഫ് വാട്ട് മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഒരു മീറ്റർ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മീറ്റർ, ആ മീറ്ററിന്റെ എറർ ചെക്കിംഗ് ആണ് കാലിബ്രേഷൻ എന്ന് പറയുക. അപ്പൊ എറർ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എറർ ഇല്ലാത്തൊരു മീറ്ററിനെ വെച്ചിട്ട് എന്ത് ചെയ്യണം? എറർ ചെക്ക് ചെയ്യണം. എറർ ഇല്ലാത്തൊരു മീറ്റർ വെച്ചിട്ട് വേണം ചെക്ക് ചെയ്യാൻ. സോ നമുക്ക് ഇവിടെ വാട്ട് മീറ്റർ കാലിബ്രേറ്റ് ചെയ്യാൻ, അപ്പോൾ എനിക്ക് കയ്യിലുള്ളത് ഈ രണ്ടാമത്തെ വാട്ട് മീറ്റർ, അതാണ് ചെക്ക് ചെയ്യേണ്ടത്. എനിക്ക് എറർ ഇല്ലാത്ത മീറ്റർ ഏതാ? ആദ്യത്തെ മീറ്റർ. സോ ആ മീറ്റർ ഉപയോഗിച്ച് വേണം എന്ത് ചെയ്യാൻ? എറർ ചെക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കണക്ഷൻസ് ഞാനിവിടെ ലോഡ് കണക്ട് ചെയ്യുന്നു. ലാമ്പ് ലോഡ് മതി, ലാബിലുള്ള ലാമ്പ് ലോഡ്. റേറ്റിംഗ് 2.5 kW ആണ് ഇത് റേറ്റിംഗ്. ഓക്കെ, എനിക്ക് കണക്ട് ചെയ്യാനുള്ള വാട്ട് മീറ്റർ ഞാൻ അവിടെ കണക്ട് ചെയ്യുന്നു. ഐ മീൻ ചെക്ക് ചെയ്യാനുള്ള വാട്ട് മീറ്റർ. സ്റ്റാൻഡേർഡ് ആയിട്ടൊരു വാട്ട് മീറ്റർ ഉണ്ട്, ആ സ്റ്റാൻഡേർഡ് വാട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. ദെൻ ഇതിലേക്കുള്ള വോൾട്ടേജ് അറിയണം. സോ വി ഹാവ് കണക്റ്റഡ് എ വോൾട്ട് മീറ്റർ. കറണ്ട് മെഷർ ചെയ്യണം ആ മീറ്റർ. ഒരു വേരിയബിൾ വോൾട്ടേജ് കൊടുക്കുക. സോ വി നീഡ് ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ. ഇതാണ് ഓട്ടോ ട്രാൻസ്ഫോമർ. ICDP സ്വിച്ച് കൊടുക്കാം. ഫേസ്, ന്യൂട്രല്, 230 വോൾട്ട്, 50 ഹെർട്സ്, സിംഗിൾ ഫേസ് AC സപ്ലൈ. ഇവിടെ ഒരു ഫ്യൂസ് കൊടുക്കാം, ഇവിടെ ന്യൂട്രൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ദിസ് ഇസ് എ സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെ വോൾട്ട് മീറ്റർ 0 to 250 വോൾട്ട് മൂവിങ് അയൺ. ഇവിടെ 0 to 10 ആംപിയർ മൂവിങ് അയൺ അമീറ്റർ. 0 to 270 വോൾട്ട് സിംഗിൾ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ. വാട്ട് മീറ്റർ 250 വോൾട്ട് എടുക്കാം. 250 വോൾട്ട് 10 ആംപിയറിന്റെ UPF മീറ്റർ. 250 വോൾട്ട് 10 ആംപിയർ UPF. ഓക്കെ, ഇതാണ് കണക്ഷൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കാൽക്കുലേഷൻ നമുക്ക് ടാബുലേഷൻ കോളം നമുക്ക് വരയ്ക്കാം. ദാറ്റ് ഈസ് സീരിയൽ നമ്പർ, വോൾട്ട് മീറ്റർ റീഡിംഗ്, then ammeter reading, okay, wattmeter reading, ammeter reading, then wattmeter reading. So സ്റ്റാൻഡേർഡ് മീറ്ററിന്റെ റീഡിങ്ങിനെ നമ്മൾ ഇൻഡിക്കേറ്റഡ് റീഡിംഗ് എന്ന് വിളിക്കും. ഇൻഡിക്കേറ്റഡ് റീഡിംഗ് ആദ്യത്തെ വാട്ട് മീറ്റർ ആണ് W1. ഇത് MLCV ഒക്കെ എഴുതണേ, എഴുതിയില്ല. MLCV. സോ ഇതാണ് W1, ഇത് W2. ദെൻ ആക്ച്വൽ റീഡിംഗ് ആണ് W2 എന്ന് പറയുന്നത്. ആക്ച്വൽ റീഡിംഗ്. Then percentage error. Percentage error calculating percentage error is equal to actual reading minus indicator reading by actual reading. Okay. Okay. One thing is done. Actual reading എന്ന് പറയുന്നത് is given by the standard meter ആണ്. Sorry, actual reading is given by standard meter. So എൻ്റെ ഇവിടെ standard meter എന്ന് പറയുന്നത് W2 ആണ്. Yeah, W2 ആണ് standard meter.
W2 is the standard. ഇൻഡിക്കേറ്റഡ് ആണ്, എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള മീറ്റർ തരുന്നത് ഇൻഡിക്കേറ്റർ റീഡിംഗ് ആണ് കേട്ടോ, ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ. ഓക്കെ, W2 ആണ്, രണ്ടാമത്തെ W2 ആണ്. W2 തരുന്നതാണ് ആക്ച്വൽ റീഡിംഗ്. ഓക്കെ, എൻ്റെ സ്റ്റാൻഡേർഡ് മീറ്റർ തരുന്നതാണ് ആക്ച്വൽ റീഡിംഗ്. ഇൻഡിക്കേറ്റർ റീഡിംഗ് എന്ന് പറയുന്നതാണ് എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള മീറ്റർ തരുന്ന റീഡിംഗ്. സോ ദ പെർസെൻറ്റേജ് ഈസ് ആക്ച്വൽ റീഡിംഗ് മൈനസ് ഇൻഡിക്കേറ്റർ റീഡിംഗ് ബൈ ആക്ച്വൽ റീഡിംഗ്. ഓക്കെ, അവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനീഷ്യൽ ICDP സ്വിച്ച് ഓപ്പൺ ആയിരിക്കണം, ഓട്ടോ ട്രാൻസ്ഫർ മിനിമം ആയിരിക്കണം, നോ ലോഡ് ആയിരിക്കണം. നോ ലോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വിച്ച് ഉണ്ട് എസ്, നോ ലോഡ് ആയിരിക്കണം, എസ് ഓപ്പൺ ആയിരിക്കണം. അതിനുശേഷം ICDP സ്വിച്ച് ക്ലോസ് ചെയ്യുക, ഓട്ടോ ട്രാൻസ്ഫർ വേരി ചെയ്യുക. ഓട്ടോ ട്രാൻസ്ഫർ വേരി ചെയ്ത് എന്ത് ചെയ്യുക, ഒരു 230 വോൾട്ടിൽ എത്തിക്കുക. എന്നിട്ട് സ്വിച്ച് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്ത് ലോഡ് ഇടുക. ലോഡ് ഓരോന്നോ ലോഡ് ഇടുക, 1-2-3 ലോഡ് ഇടുക. ആ സമയത്തുള്ള വാട്ട് മീറ്റർ റീഡിംഗ് രണ്ടിനെ മെഷർ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റീഡിംഗ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് മീറ്റർ തരുന്ന റീഡിംഗ് ആണ് ആക്ച്വൽ റീഡിംഗ്. ഇൻഡിക്കേറ്റർ റീഡിംഗ് ആണ് നമ്മുടെ ടെസ്റ്റ് ചെയ്യാനുള്ള മീറ്റർ തരുന്നത്. ഓക്കെ, കാലിബ്രേഷൻ ഓഫ് എനർജി മീറ്റർ ബൈ ഡയറക്റ്റ് ലോഡിംഗ്. ഓക്കെ, നമ്മളുടെ എനർജി മീറ്റർ കാലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ, ഇതാണ് രണ്ടാമതുള്ള എനർജി മീറ്റർ. ഇവിടെ നമ്മൾ കാലിബ്രേഷൻ ഓഫ് വാട്ട് മീറ്റർ ചെയ്തത് എങ്ങനെയാണ്, ഒരു സ്റ്റാൻഡേർഡ് വാട്ട് മീറ്റർ വെച്ചിട്ടാണ് ഇത് ചെയ്തത്, ഒരു വാട്ട് മീറ്റർ കാലിബ്രേറ്റ് ചെയ്ത്. ഇവിടെ നമ്മൾ എനർജി മീറ്റർ കാലിബ്രേറ്റ് ചെയ്യുന്നത് യൂസിങ് എ വാട്ട് മീറ്റർ. ഓക്കെ, വാട്ട് മീറ്റർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ എനർജി മീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനർജിയുടെ യൂണിറ്റ് എന്താ, കിലോ വാട്ട് അവർ, KWH എന്ന് എഴുതാം, KWH. ഓക്കെ, ബട്ട് വാട്ട് മീറ്റർ റീഡിംഗ് എന്താ യൂണിറ്റ്, എന്താ വാട്ട് മീറ്റർ റീഡിംഗ് തരുന്നത് എപ്പോഴും വാട്ട്സില്ല. ഓക്കെ, വാട്ട്സ് ആയിരിക്കും. എനർജി മീറ്റർ തരുന്നത് കിലോ വാട്ട് അവറിലായിരിക്കും. അപ്പം ഇത് രണ്ട് ടൈപ്പ് ഡിവൈസ് ആണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം വാല്യൂസിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, എത്തിക്കണം, സെയിം വാല്യൂസിലേക്ക് എത്തിക്കുക. സോ ആ ഒരു കാര്യം ഇവിടെ മറക്കാൻ പാടില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ കണക്ഷൻ ഡയഗ്രാം വീണ്ടും ഒന്ന് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് നമുക്ക് കണക്ട് ചെയ്യേണ്ട ലോഡ് ഇവിടെയാണ്. സോ ലാമ്പ് ലോഡാണ്, 2.5 കിലോ വാട്ടിൻ്റെ ലോഡാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ആ ലാമ്പ് ലോഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എനർജി മീറ്റർ കണക്ട് ചെയ്യുന്നു. എനർജി മീറ്റർ 4 പോയിന്റാണ്, C1 C2 P1 P2 ആണ്. ഓക്കെ, ഈ കണക്ഷൻ പോലെ തന്നെ അത് കണക്ട് ചെയ്യുക. വാട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, വോൾട്ടേജും കറണ്ടും അറിയാനായിട്ട് വോൾട്ട് മീറ്റർ, അമീറ്റർ ഉണ്ട്, ഓട്ടോ ട്രാൻസ്ഫോമർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ പ്രീവിയസ് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണ് ആ സർക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, നമുക്കിവിടെ എനർജി മെഷർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എനർജി മീറ്റർ എന്ത് ചെയ്യും, സപ്ലൈ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ലോഡ് ഇടുമ്പോൾ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും, ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. ആ ഡിസ്കിന്റെ റവല്യൂഷൻസ് എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ സപ്ലൈ ICDP സ്വിച്ച് ക്ലോസ് ചെയ്യുന്നു, ഓട്ടോ ട്രാൻസ്ഫർ വേരി ചെയ്തിട്ട് നമ്മൾ 230 വോൾട്ടിലേക്ക് ഓട്ടോ ട്രാൻസ്ഫർ എത്തിക്കുന്നു, 230 വോൾട്ട്. ഓക്കെ, ഓട്ടോ ട്രാൻസ്ഫർ എത്തിക്കുന്നു. ദെൻ ഇവിടെ ആ സമയത്ത് എന്നിട്ട് ലോഡ് ഇടുന്നു. ലോഡ് ഇടുമ്പോൾ എന്ത് ചെയ്യും, എനർജി മീറ്റർ റൺ ചെയ്യും. ഓക്കെ, 1-2 ലോഡ് നമുക്ക് അവിടെ ഇടാം. സോ ഇനീഷ്യലി ഒരു ലോഡ് ഇട്ടു, എനർജി റൺ ചെയ്യുന്നു. ദെൻ ടേക്ക് ദ ടൈം ഫോർ 5 റവല്യൂഷൻസ്. ഓക്കെ, ഡിസ്ക് ആണെങ്കിൽ അത് റവല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. പൾസ് ആണെങ്കിൽ, ബൾബ് ബ്ലിങ്ക് ചെയ്യുന്നതാണെങ്കിൽ 5 പൾസിനുള്ള ടൈം എടുക്കണം. ഓക്കെ, എനർജി മീറ്ററിൽ 5 പൾസിനുള്ള ടൈം എന്ത് ചെയ്യണം, നമ്മളവിടെ മെഷർ ചെയ്യണം. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. വാട്ട് മീറ്റർ റീഡിംഗ് എടുക്കുക, എനർജി മീറ്ററിന്റെ ടൈം ഫോർ 5 റവല്യൂഷൻസ് എടുക്കുക. സോ ഈ ടൈം ഫോർ 5 റവല്യൂഷൻസ് നമുക്ക് എന്ത് കിട്ടും, എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആദ്യം ഈ എനർജി മീറ്റർ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് K, എനർജി മീറ്റർ കോൺസ്റ്റന്റ് പറയും. സോ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റവല്യൂഷൻസ് പെർ കിലോ വാട്ട് അവർ കേട്ടോ, റവല്യൂഷൻസ് പെർ കിലോ വാട്ട് അവർ. അത് മീൻ ചെയ്യുന്നത്, നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 1200, അത് എനർജി മീറ്ററിൽ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. 1200 റവല്യൂഷൻസ് പെർ കിലോ വാട്ട് അവർ ആണെങ്കിൽ ദാറ്റ് മീൻസ് ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും, 1200 തവണ റൊട്ടേറ്റ് ചെയ്യും. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഒരു യൂണിറ്റ്, അതായത് നമുക്കിവിടെ എഴുതി നോക്കാം, 1200 revolutions is equal to 1 kilowatt hour.
ഓക്കെ, 1 kWh. അങ്ങനെയാണെങ്കിൽ ഒരു റവല്യൂഷനോ 1/1200, അതായത് 1200 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡ് ബൈ kWh. ഓക്കെ, ഈ kWh നമുക്കൊന്ന് മാറ്റിയാലോ? എങ്ങനെ മാറ്റും? ദാറ്റ് ഈസ് 1/1200 ഇൻറ്റു കിലോ എന്ന് പറയുമ്പോൾ എന്താ 1000 ആണ്, ഇൻറ്റു അവറിനെ നമുക്ക് മാറ്റാം. അവർ എന്ന് പറയുമ്പോൾ 3600. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡ്സ്. 3600. ഓക്കെ, സോ 1000 ഇൻറ്റു 3600 ഓക്കെ, ഇതാണ് 1 റവല്യൂഷൻസിലുള്ള വാട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറും. സോ ഇത് വാട്ട് സെക്കൻഡിൽ മാറും കേട്ടോ. WS വാട്ട് സെക്കൻഡ്. ഓക്കെ, കിലോ വാട്ട് മാറ്റി വാട്ടാക്കി, അവർ മാറ്റി സെക്കൻഡ് ആക്കി. സോ വാട്ട് സെക്കൻഡിൽ കിട്ടും. സോ 5 റവല്യൂഷൻസ് ആണെങ്കിലോ, 5 റവല്യൂഷൻസ് ആണെങ്കിൽ 5 ഇൻറ്റു 1000 ഇൻറ്റു 3600 ഡിവൈഡ് ബൈ 1200. സോ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 0 പോയി 12, 3 I 3 15, 15000 കിട്ടും. 15000 വാട്ട് സെക്കൻഡ്. ഓക്കെ, അപ്പം നമുക്ക് എനർജി മീറ്ററിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വാട്ട് മീറ്ററിനെ എങ്ങോട്ട് മാറ്റണം? വാട്ട് സെക്കൻഡിലേക്ക് മാറ്റണം. സോ വാട്ട് മീറ്റർ റീഡിംഗ്, വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? W. ഓക്കെ, ദെൻ ഇതിനെ വാട്ട് മീറ്ററിനെ സെക്കൻഡ്സിലേക്ക് മാറ്റുമ്പോഴോ, ഓക്കെ, വാട്ട്സ് ഫോർ 5 റവല്യൂഷൻസ്, അതായത് 5 റവല്യൂഷന് വേണ്ട എനർജിയാ എന്ന് പറയുമ്പോൾ എന്ത് വരും? വാട്ട് മീറ്റർ റീഡിംഗ് ഇൻറ്റു എത്രയാ? 5 ഓർ 5 അല്ല, ടൈം ഫോർ 5 റവല്യൂഷൻസ്. അപ്പോൾ വാട്ട് മീറ്റർ റീഡിംഗ് എങ്ങനെയായിട്ട് കിട്ടി? നമുക്ക് വാട്ട് സെക്കൻഡിൽ കിട്ടി. ഓക്കെ, അപ്പോൾ എനർജി മീറ്ററിങ് ഏതെല്ലാം കിട്ടിയേ? വാട്ട് സെക്കൻഡ്. വാട്ട് മീറ്റർ റീഡിംഗ് എന്ത് കിട്ടി? ദാറ്റ് വാട്ട് മീറ്റർ റീഡിംഗ് ഇൻറ്റു ആ ഒരു ടൈം ഫോർ 5 റവല്യൂഷൻ, 5 റവല്യൂഷന് വേണ്ട ടൈം കൂടെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാട്ട് സെക്കൻഡിൽ കിട്ടും. അപ്പോൾ ഇപ്പം ഇത് രണ്ടും അല്ലേ, ഈ രണ്ട് വാല്യൂം ഇപ്പം എന്തായി? സെയിം യൂണിറ്റിലായില്ലേ? വാട്ട് സെക്കൻഡിലായില്ലേ? അപ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാമല്ലോ. ഓക്കെ, കമ്പയർ ചെയ്തില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സോ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മീറ്റേഴ്സ് തമ്മിൽ സെയിം വാല്യൂസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് മീറ്റർ റീഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 മീറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്ത്? സെയിം വാട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ബട്ട് ഇവിടെ എനർജി മീറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് എനർജി മീറ്റർ വിത്ത് എ വാട്ട് മീറ്റർ ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. സോ അതുകൊണ്ടാണ് ഇങ്ങനൊരു കാൽക്കുലേഷൻ അവിടെ ചെയ്യേണ്ടി വന്നത്. ഓക്കെ, നമുക്ക് ടാബുലർ കോളം വരയ്ക്കാം. ടാബുലർ കോളം എന്ന് പറയുന്നത്, സോ വാട്ട് മീറ്റർ റീഡിംഗ്, then ammeter reading, time for 5 revolutions. Okay, time for 5 revolution. Then indicator reading. Indicator reading ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട മീറ്റർ തരുന്നത്, അതായത് എനർജി മീറ്റർ തരുന്ന റീഡിംഗ്. സോ എനർജി മീറ്റർ എത്ര വരുന്നത്? സോ എപ്പോഴും 1500 ആയിരിക്കും എപ്പോഴും. ഓക്കെ, 1500 വാട്ട് സെക്കൻഡ്. ദെൻ വാട്ട് മീറ്റർ റീഡിംഗ്, ഇപ്പോൾ വാട്ട് മീറ്റർ റീഡിംഗിൽ എങ്ങോട്ട് മാറ്റുക? വാട്ട് സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ അതാണ് എന്ത്? ആക്ച്വൽ റീഡിംഗ്. ആക്ച്വൽ റീഡിംഗ്, ആക്ച്വൽ റീഡിംഗ് എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് വാട്ട് മീറ്റർ റീഡിംഗ് ഇൻറ്റു ടൈം, ടൈം ഫോർ 5 റവല്യൂഷൻസ്. എന്താ ഈ വാല്യൂ? ടൈം ഫോർ 5 റവല്യൂഷൻ ചെയ്യുമ്പോൾ വാട്ട് സെക്കൻഡ് കിട്ടും. ദെൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? പെർസെൻറ്റേജ് എറർ. എങ്ങനെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക? നമ്മൾ തൊട്ടുമുമ്പ് ചെയ്തതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ റീഡിംഗ് മൈനസ് percentage error, indicator reading മൈനസ് ആക്ച്വൽ റീഡിംഗ്. ആക്ച്വൽ റീഡിംഗ് ആണ് നമ്മുടെ എനർജി മീറ്റർ തരുന്നത്. സോറി, ആക്ച്വൽ റീഡിംഗ് തരുന്നത് നമ്മുടെ വാട്ട് മീറ്റർ ആണ്. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മീറ്റർ. ആക്ച്വൽ റീഡിംഗ് ഡിവൈഡഡ് ബൈ actual reading. Into 100.
then tabular column. Okay, indicator reading ആണ് നമ്മുടെ എനർജി മീറ്റർ തരിക, ആക്ച്വൽ റീഡിംഗ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മീറ്റർ തരിക. ഓക്കെ, the next one is phantom loading. So phantom loading means ഈ phantom loading നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് phantom loading ഉപയോഗിക്കുക. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, we have an energy meter. ഈ എനർജി മീറ്റർ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. സോ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ എനർജി മീറ്റർ ആക്ച്വലി ബേസിക്കലി രണ്ട് വൈൻഡിംഗ് ഉണ്ട്, കറണ്ട് കോയിലുണ്ട്, പ്രഷർ കോയിലുണ്ട് എനർജി മീറ്ററിൽ. അപ്പോൾ ഈ എനർജി മീറ്റർ ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ റേറ്റിംഗ് എഴുതുക 250 വോൾട്ട് 10 ആംപിയറിൻ്റെ ഒരു എനർജി മീറ്റർ ആണ്. ഇത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ കൊടുക്കണം? ഈ വൈൻഡിങ്ങിന് ഇത് ലോഡാണ്. ഈ വൈൻഡിങ്ങിലേക്ക് എന്ത് ചെയ്യണം? ഒരു 250 വോൾട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം, 250 വോൾട്ട്. അപ്പം നമ്മുടെ പ്രഷർ കോയിൽ അക്രോസ് 250 വോൾട്ടേജ് എത്തി. ഓക്കെ, ഇനി അതുപോലെ അതിൻ്റെ അകത്ത് ഒരു കറണ്ട് കോയിൽ ഉണ്ടല്ലോ. അപ്പോൾ ഈ ലോഡ് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യും? കറണ്ട് കോയിൽ കൂടെ 10 ആംപിയർ കൊടുക്കും. അപ്പോൾ നമ്മൾ റേറ്റഡ് കണ്ടീഷൻസ് എത്തി. ഏതൊക്കെയാണ് റേറ്റഡ് എന്ന് പറയുന്നത്? 250 നമ്മൾ വോൾട്ടേജ് 250 വോൾട്ടേജ് AC കൊടുത്തു. ലോഡ് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു? 10 ആംപിയർ കൊടുത്തു. ലോഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 10 ആംപിയർ ഇവിടെ കിട്ടും. സോ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് 1-2 ആഴ്ച എന്ത് ചെയ്യും? ഇങ്ങനെ ഇടും. ഇത് ഞാൻ പറഞ്ഞ ഒരു എനർജി മീറ്ററിന്റെ കാര്യമാണ്. ഓക്കെ, പക്ഷേ നമുക്ക് ടെസ്റ്റിങ്ങിന് വരുന്നുണ്ടോ? മൾട്ടിപ്പിൾ കുറേ അധികം എനർജി മീറ്റർ അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 10 ആംപിയർ വെച്ചിട്ട് 250 വോൾട്ടിൽ 10 ആംപിയർ വെച്ചിട്ട് എനർജി മീറ്റർ ഇങ്ങനെ കിടക്കുമ്പോൾ എത്രയോ എനർജിയാണ് കൺസ്യൂം ചെയ്യുക. സോ എനർജി കൺസപ്ഷൻ ഇസ് വെരി ഹൈ, റൈറ്റ്? സോ ഈ ഹൈ ആയിട്ടുള്ള എനർജി കൺസപ്ഷൻ പറഞ്ഞാൽ ഭയങ്കര നഷ്ടം. അപ്പൊ ഈ നഷ്ടം കുറയ്ക്കാനായിട്ടാണ് എന്ത് ഉപയോഗിക്കുക? ഫാൻറ്റം ലോഡിങ് ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ വീട്ടിലേക്കുള്ള പവർ സപ്ലൈ എല്ലാം എന്താ? ഡയറക്റ്റ് ലോഡിങ്. ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫാൻറ്റം ലോഡിങ് ഉപയോഗിക്കുക. ഓക്കെ, ഇതിനകത്ത് ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ ഒരുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റ് ലോഡിങ്ങിന്റെ സെയിം കാൽക്കുലേഷൻസ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വ്യത്യാസം ഇതാണ്, ഇവിടെ ടെസ്റ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കുക. അപ്പോൾ ടെസ്റ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? സോ സെയിം എനർജി മീറ്റർ, ഇവിടെ കറണ്ട് കോയിൽ, ഇവിടെ പ്രഷർ കോയിൽ. ഇവിടെ റേറ്റഡ് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഞാൻ ഈ പ്രഷർ കോയിലിന് അക്രോസ് എത്ര വോൾട്ട് വേണം? 250. അപ്പോൾ ഇതിന് അക്രോസ് ഞാൻ എന്ത് ചെയ്തു? ഒരു 250 വോൾട്ട് കൊടുത്തു. ഐ ഹാവ് കണക്റ്റഡ് ആൻഡ് 250 വോൾട്ട് അക്രോസ് പ്രഷർ കോയിൽ. കറണ്ട് കോയിൽ എത്ര വേണം? 10 ആംപിയർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 250ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 10 ആംപിയർ കൊടുക്കാതെ ഒരു ചെറിയ വോൾട്ടേജ് കൊടുക്കും. ഒരു 50 വോൾട്ട് എന്ത് ചെയ്യും? ഇവിടെ കൊടുക്കും. കുറച്ച് വോൾട്ട്, 50 വേണമെന്നില്ല, ശരിക്കും സംതിങ് 10 or 20 വോൾട്ട് മതി. ഓക്കെ, ചെറിയൊരു വോൾട്ട് എന്ത് ചെയ്യും? സോ സംതിങ് 20 വോൾട്ട് എന്ന് വിചാരിക്കും. ചെറിയ വോൾട്ട് ലോഡ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിവിടെ എന്താക്കും? 10 ആംപിയർ കറണ്ട് കോയിലിൽ കൂടെ ആക്കും. അപ്പം ശരിക്കും 10 ആംപിയർ എടുക്കുന്ന സമയത്ത് വോൾട്ടേജ് എത്ര? വളരെ കുറവാണ്. അപ്പം ഈ ലോഡിങ്ങിൽ എനർജി കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. എനർജി കൺസപ്ഷൻ വെരി ലോ. ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. സോ അതാണ് ഫാൻറ്റം ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാൻറ്റം ലോഡിങ്ങിൽ വോൾട്ടേജ് കോയിലും കറണ്ട് കോയിലും, പ്രഷർ കോയിലും കറണ്ട് കോയിലും രണ്ട് സെപ്പറേറ്റ് സപ്ലൈ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു, കണക്ട് ചെയ്യുന്നു. എൻ്റെ ഉദ്ദേശം ഇതുള്ളൂ, എനർജി കൺസപ്ഷൻ കുറയ്ക്കുക എന്ന് മാത്രമുള്ള ഉദ്ദേശം. ഓക്കെ, എനർജി കൺസപ്ഷൻ ചെയ്യുക, കുറയ്ക്കുക. അതായത് കറണ്ട് കോയിലിൽ കൂടെ 10 ആംപിയർ പോകണം, അത് നിർബന്ധമാണ്. പക്ഷെ അവിടെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുള്ളൂ? ഞാൻ കുറച്ചേ കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ പ്രഷർ കോയിലിന് അക്രോസ് ആയിട്ട് എത്ര വേണം? 250 വേണം, ഞാൻ 250 കൊടുത്തു. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ, ദാറ്റ്സ് എ ഡിഫറൻസ്. നിങ്ങൾക്ക് ഡയഗ്രാം കൂടെ നോക്കാം. സോ ദിസ് ഇസ് ഡയഗ്രാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, മുകളിലൊരു ഓട്ടോ ട്രാൻസ്ഫോർ ഉണ്ട്. സോ ആ ഓട്ടോ ട്രാൻസ്ഫോർ നേരെ എങ്ങോട്ടാണ് കണക്ഷൻ പോയിരിക്കുന്നത്? നേരെ പോയി ഇവിടെ വന്നു അമീറ്റർ. ഇത് നമ്മളെ ആക്ച്വൽ ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് മീറ്റർ, വാട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ മുമ്പേ ഡയറക്റ്റ് ലോഡിങ് പറഞ്ഞ പോലെ തന്നെ ഈ എനർജി മീറ്റർ വാട്ട് മീറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? കാലിബ്രേറ്റ് ചെയ്യുന്നു. സോ നേരെ ഇത് വരും. സോ ഇവിടെ ഈ ഓട്ടോ ട്രാൻസ്ഫർ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്താൽ മതി? ലോ വോൾട്ടേജ് കൊടുത്താൽ മതി. നീഡ് എ ലോ വോൾട്ടേജ്.
ഇവിടെ ലോഡ് അഡ്ജസ്റ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത് 10 ആമ്പർ. കൂടെ നിങ്ങൾ ഇവിടെ നോക്കിക്കേ 8.5 ഓംസ് മാത്രമേ എവിടെ ഉള്ളൂ. ഓക്കെ, ലോഡ് വളരെ കുറഞ്ഞ ലോഡാണ്. അപ്പം കുറഞ്ഞ ലോഡ് ആയതുകൊണ്ട് ചെറിയ വോൾട്ടേജ് കൊടുത്താൽ ഇതിൻ്റെ അകത്തൂടെ എന്ത് ഫ്ലോ ചെയ്യും? ആ റേറ്റഡ് കറണ്ട് ഫ്ലോ ചെയ്യും. മനസ്സിലായോ? റേറ്റഡ് കറണ്ട്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ ഇനി ഈ സെക്കൻഡ് സർക്യൂട്ട് നോക്കിയേ, താഴത്തെ സർക്യൂട്ട് നോക്കിയേ, കണ്ട ഈ താഴത്തെ സർക്യൂട്ട് എങ്ങോട്ടാ എനർജൈസ് ആയേ? ഉണ്ടോ, പ്രഷർ കോയിലേക്കാണ്. താഴത്തെ സർക്യൂട്ട് എവിടെയാ പോയെ? ഉണ്ടോ, പ്രഷർ കോയിലേക്ക്. ഉണ്ടോ, വാട്ട്മീറ്ററിന്റെ പ്രഷർ കോയിലേക്കും ഇത് ഇങ്ങോട്ട് പോയി, ഈ വോൾട്ടേജ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഉണ്ടോ, പ്രഷർ കോയിലേക്ക് പോയി. അപ്പൊ പ്രഷർ കോയിൽ എന്ത് ചെയ്തു? സെപ്പറേറ്റ് സപ്ലൈ യൂസ് ചെയ്ത് എനർജീസ്. ഇത് നേരെ എത്ര കൊടുക്കും? സ്റ്റാൻഡേർഡ്, ദാറ്റ് ഈസ് 250 ആണെങ്കിൽ 250. സോ ഈ ഓട്ടോ ട്രാൻസ്ഫർ വേരി ചെയ്യുക, 230 വോൾട്ട് എന്ത് ചെയ്യുക? കൊടുക്കും. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. അപ്പൊ രണ്ട് സെപ്പറേറ്റ് വോൾട്ടേജ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫാൻ ആൻഡ് ലോഡിങ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ പ്രൊസീജിയർ എന്ന് പറയാം. പ്രൊസീജിയർ ഇനീഷ്യലി ICDP സ്വിച്ച്, രണ്ട് സ്വിച്ചും ഓപ്പൺ ആയിരിക്കണം, ഓട്ടോ ട്രാൻസ്ഫർ രണ്ടും മിനിമം ആയിരിക്കണം. സോ ഇവിടെ നമ്മൾ 8.5ന്റെ ഒരു ലോഡ് എന്ത് ചെയ്തു? കൊടുത്തു. ദെൻ ICDP സ്വിച്ച് ക്ലോസ് ചെയ്തു. ഇനി താഴത്തെ ട്രാൻസ്ഫോർ നമുക്ക് നോക്കാം. താഴത്തെ ട്രാൻസ്ഫോർ എന്ത് ചെയ്തു? വേരി ചെയ്ത് റേറ്റഡ് വോൾട്ടേജ്. സോ വി നീഡ് എ വോൾട്ട് മീറ്റർ. ഇവിടെ ഒരു വോൾട്ട് മീറ്ററോടെ വേണം നമുക്ക്. വോൾട്ട് മീറ്റർ 0 to 250 വോൾട്ട് ഒരു വോൾട്ട് മീറ്റർ, മൂവിങ് ആൻഡ് മീറ്റർ വേണേ. സോ ഈ താഴത്തെ ഓട്ടോ ട്രാൻസ്ഫർ വേരി ചെയ്ത് എന്ത് ചെയ്തു? ഒരു 230 വോൾട്ട് കൊടുത്തു. ദെൻ ഇനി മോളത്തെ ഓട്ടോ ട്രാൻസ്ഫർ വേരി ചെയ്യാം. മോളത്തെ ഓട്ടോ ട്രാൻസ്ഫർ വേരി ചെയ്തിട്ട് എന്ത് ചെയ്യണം? 10 ആമ്പർ ഇതിൽ കൂടെ, 10 ആമ്പർ റേറ്റിംഗ് ആണെങ്കിൽ 10 ആമ്പർ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓട്ടോ ട്രാൻസ്ഫർ വേരി ചെയ്യുക. എന്നിട്ട് റീഡിങ്സ് എടുക്കുക. ദാറ്റ് ഇസ് നമ്മൾ പഴയ ഡയറക്റ്റ് ലോഡിങ് ചെയ്ത പോലെ തന്നെ ടൈം ഫോർ 5 റെവല്യൂഷൻസ് എടുക്കുക. ദെൻ വാട്ട് മീറ്റർ റീഡിങ് എടുക്കുക. ബാക്കി എല്ലാ കാൽക്കുലേഷൻസും ഡയറക്റ്റ് ലോഡിങ്ങിന്റെ അതേ സമാനമായിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, താങ്ക് യു.